രക്ഷാപ്രവർത്തനം നിഷോയ് ഏറെക്കുറെ അസാധ്യമായ ഒരു കാര്യമായി മാറുന്നു. കാരണം ഈ വെടിക്കെട്ട് പുരയുടെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ ആ വെടിക്കെട്ട് പുരയ്ക്ക് ഒരു 100 മീറ്ററെങ്കിലും ഇപ്പുറത്തുള്ള വയലിലും മറ്റുമൊക്കെ തെരച്ചിൽ നടത്തുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച ഒരു ഏകദേശ ധാരണയെങ്കിലും രക്ഷാപ്രവർത്തകർക്കുണ്ടോ? അഭിലാഷ്, ആർക്കും ഒരു കണക്കുമില്ല. കാരണം മറ്റൊന്നുമല്ല, അതിൻ്റെ ഒരു ആ ഒരു സമയത്ത് അവിടെ എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അന്നത്തെ അവിടുത്തെ ലൈസൻസിക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. കാരണം ആ ലൈസൻസി മുണ്ടത്തിക്കൂട് സതീഷ് എന്ന് പറയുന്ന ലൈസൻസി, അദ്ദേഹത്തെയും ഇപ്പോൾ കാണാനില്ല. അദ്ദേഹം ഈ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും വ്യക്തമല്ല. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ഇവിടെ നിന്ന് മാറിപ്പോയി എന്നും അങ്ങനെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിനുള്ളിലുണ്ടായിരുന്ന ആളുകൾക്ക് മാത്രമേ അറിയൂ അവിടെ എത്രത്തോളം പേരുണ്ടായിരുന്നു എന്നുള്ളത്. നമ്മൾ രാവിലെ വന്നപ്പോൾ ഉണ്ടായിരുന്നത് ഏകദേശം 30നും 40നും ഇടയ്ക്ക് ആളുകളാണ്. അത്രത്തോളം ആളുകൾ, അതിൽ തന്നെ ഒരു 6ഓളം സ്ത്രീകളുണ്ടായിരുന്നു, കൂടാതെ പ്രായമായവരുണ്ടായിരുന്നു, വളരെ പ്രായം കുറഞ്ഞ യുവാക്കളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ആ ഒരു സ്ഥലത്ത് അത്രത്തോളം അധികം ആളുകളുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് ദൂരം, ഏകദേശം ഒരു 200 മീറ്ററിൻ്റെ അടുത്ത് മാറിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു സ്ഥലത്ത് പോലും കിടക്കുന്ന ഒരു കല്ലെന്ന് പറയുന്നത് ഇത്രത്തോളം വലിയ ഒരു കട്ടയാണ്. അത് ആ വെടിക്കെട്ട് പുരയുടെ ചുമര് ഉണ്ടായിരുന്ന കട്ടയാണ് ഈ കിടക്കുന്നത്. അതായത് അത്രത്തോളം അകലെയാണ് നമ്മൾ നിൽക്കുന്നത്. ആ ദൂരത്തേക്ക് ഈ ഒരു ഹോളോ ബ്രിക്സ് കട്ട എത്തണമെങ്കിൽ അത് എത്രയും വലിയ ഒരു ദുരന്തമായിരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴും അവിടെ ഫയർഫോഴ്സ് നേരത്തെ വെള്ളം അടിച്ചിരുന്നു, അങ്ങോട്ടേക്ക് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആ ഭാഗത്താണ് ഇപ്പോൾ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്, അങ്ങോട്ടേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. അത് ഇനിയിപ്പോൾ ഈ ഒരു പൊട്ടിത്തെറിയൊക്കെ ഒന്ന് ശമിച്ച ആ ഒരു സമയത്ത് വീണ്ടും ആ ഒരു ഇടത്ത് പോലീസുകാർ വീണ്ടും ആളുകളെ പരമാവധി പുറകിലേക്ക് നീക്കി നിർത്തുന്നുണ്ട്. ഇനിയും സ്ഫോടന സാധ്യത തീർച്ചയായിട്ടും പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. സുരക്ഷിതമായ അകലം എപ്പോഴും കീപ്പ് ചെയ്യുക. കാരണം ഇപ്പോഴും ലൈവ് ദൃശ്യങ്ങളിൽ തന്നെ പൊട്ടുന്നത് വീണ്ടും കാണുന്നുണ്ട്. അപ്പോൾ ലിഷോയ് പരമാവധി ദൂരത്തേക്ക് മാറി നിൽക്കുക. ഇപ്പോൾ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്? നിലവിൽ പോലീസ് എത്തി എല്ലാവരെയും മാറ്റുകയാണ്. അതായത് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇങ്ങോട്ടേക്ക് എത്തി പോലീസ് കമ്മീഷണർ തന്നെ നേരിട്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയാണ്. മാത്രമല്ല ഈ ആളുകൾക്ക് യാതൊരു വിധത്തിലും ഏതെങ്കിലും തരത്തിലൊരു കാഷ്വാലിറ്റി ഇനിയെങ്കിലും ഉണ്ടാകാതിരിക്കുക എന്നുള്ള ഒരു മുൻകരുതലിൻ്റെ ഭാഗമായാണ് പോലീസ് എല്ലാവരെയും ഇവിടെ നിന്ന് നീക്കുന്നത്. കാരണം നമ്മൾ ഈ രാവിലെ ഇവിടെ എത്തിയ ഒരു സമയത്ത് കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് അവിടെ 100 കണക്കിന് ഗുണ്ടുകൾ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ ചോദിച്ചപ്പോൾ അത് പൂരത്തിന് ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, അതിനുള്ള തങ്ങളുടെ ഒരു ഒരുക്കം അത് അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത്രത്തോളം അധികം ഈ വെടിക്കെട്ട് സാമഗ്രികൾ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഒരു വെടിക്കെട്ട് നടത്തുന്നതിന് എത്രത്തോളം അധികം സാധനങ്ങൾ വേണം എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയുള്ള അത്രയധികമുള്ള വെടിക്കെട്ട് സാമഗ്രികൾ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായതെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എത്രത്തോളം വലിയ ഒരു പൊട്ടിത്തെറിയാണ് ഉണ്ടായതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ്. അവിടെയൊക്കെ തന്നെ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു, വെടിക്കെട്ട് പുരകളുണ്ടായിരുന്നു, ഈ എല്ലാം തയ്യാറാക്കുന്ന പുരകളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഇപ്പോൾ അവിടെ ഇല്ല എന്നുള്ളതാണ്. വെടിക്കെട്ട് പുരകൾ മുഴുവനായും ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഒരു സ്ഥലം, അഭിലാഷ്, ഈ ഒരു ദൃശ്യങ്ങൾ കാണുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അത് നമ്മൾ രാവിലെ പോയി അവിടെയാണ് മാലപ്പടക്കം, അതായത് ഓലപ്പടക്കമൊക്കെ തന്നെ കെട്ടിയിരുന്നത്. ആ സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. അതിന് തൊട്ടപ്പുറത്താണ്, തൊട്ടടുത്ത് അത് തന്നെയാണ് അവിടെ നിന്നും ഈ ഗുണ്ട്, അതുപോലെ തന്നെ മുകളിലേക്ക് പോയി പൊട്ടുന്ന അമിട്ടിൻ്റെ ഒക്കെ തന്നെ ടൈമറുകളൊക്കെ തന്നെ ഉണ്ടാക്കിയിരുന്നൊരു സ്ഥലം. അതൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഒരു സ്ഥലത്താണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അവിടെ ഈ 2 ഇടങ്ങളിലുമായി ഏകദേശം 6ഓളം തൊഴിലാളികൾ ഇരുന്ന് ജോലി ചെയ്തിരുന്നു. അവർ ഉണ്ടായിരുന്ന ഇടം, അവർ ഇരുന്നിരുന്ന സ്ഥലം, ആ വെടിക്കെട്ട് സാമഗ്രികളൊക്കെ തന്നെ സൂക്ഷിച്ചിരുന്ന സ്ഥലം, അതൊന്നും തന്നെ ഇപ്പോൾ അവിടെ കാണാനില്ല. അതൊക്കെ തന്നെ അപ്രത്യക്ഷമായി. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അത് ആ തൊഴിലാളികൾക്ക് എന്തു പറ്റി? അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടോ? അതോ അവർ ഏതെങ്കിലും തരത്തിൽ ഭക്ഷണം കഴിക്കാനോ മറ്റോ ഒക്കെ തന്നെ പോയ സമയത്താണോ ഈ ഒരു അപകടം
അപകടമുണ്ടായത്? മുഴുവൻ ആളുകളും ആ ഒരു സമയത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ ഈ ഒരു അപകടം നടക്കുമ്പോൾ? അതൊന്നും തന്നെ ആർക്കും അറിയില്ല. ഈ ഒരു അപകടം നടന്ന ഒരു സമയമെന്ന് പറയുന്നത് ഒരു 3 മണിക്കും 4 മണിക്കും ഇടയിലാണ്. അതായത് നമ്മളിവിടെ എത്തുന്നതിന് തൊട്ട് മുൻപാണ് അപകടം നടന്നത്. ഒരു 15-20 മിനിറ്റ് മുമ്പ് മാത്രമാണ് അപകടം നടന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കൂടുതലായും തൊഴിലാളികൾ ഇവിടെ ചായ കുടിക്കാൻ പോകുന്ന സമയമോ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയമോ ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചധികം പേർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു എന്നുള്ളത് തോന്നുന്നു. പക്ഷേ അവരെ ആരെയും ഇവിടെ കാണാനില്ല. കാരണം അവർ ഇനിയിപ്പോൾ മറ്റേതെങ്കിലും ഭാഗത്തുണ്ടോ എന്നൊന്നും തന്നെ നമുക്കറിയില്ല. പോലീസും എല്ലാവരെയും മാറ്റുന്നുണ്ട്. കാരണം ഇനിയുള്ളവരുടെയെങ്കിലും സുരക്ഷ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് ആരും കടക്കാതിരിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ നോക്കുന്നത്.